ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടും വർക്കാവുന്നില്ല. ഇപ്പം നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് പാസ്സായതാണ്. ഞാൻ മൈൻഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അംഗമാണ്. അവിടുത്തെ അക്കാദമി പീക്സ് എന്ന് പറയുന്ന ഇതിൽ നിന്നും ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂഡമിയുടെ കോഴ്സുകളും പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തതിന് 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജി ലെവല്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ നമ്മുടെ കയ്യിലത് കിട്ടിയ പോലെയാണ് നമ്മളത് ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ നമുക്കിപ്പോൾ പൈസ വേണം, എന്നിട്ട് നമ്മുടെ കയ്യിൽ അയ്യോ എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവത്തില്ല. ഇപ്പം അതിനെനിക്ക് ഏറ്റവും നല്ലപോലെ ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നത് എൻ്റെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരുന്നു. അത് സക്സസ് ആയ ടൈമിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനർജി ഭയങ്കര അലൈൻഡ്. ഞാൻ ശരിക്കും ഒരു പ്രഗ്നൻ്റ് ആകുന്നതൊക്കെ ഞാൻ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു കുഞ്ഞിനെ കിട്ടുന്നു, കുഞ്ഞിന് പേരിടുന്നു, കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിലേക്ക് എൻ്റെ എനർജി ഭയങ്കര അലൈൻഡായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സിൽ സക്സസ് വേണം. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുമ്പോഴോ ഇത് ആൾക്കാരൊന്നും കാണൂല, ഇത് പൊട്ടിപ്പോത്തേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. ഡൗട്ട്ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പം ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇതൊന്നും ആരും കാണത്തില്ലായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു എനർജി വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 മില്യൺ പോയിട്ട് എനിക്ക് 1000 പോലും എത്തില്ല. സോ നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷനിൽ. നമ്മുടെ കയ്യിൽ അത് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് വരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദി പറയാം. ഇപ്പം ഞങ്ങൾ ആകുന്നതിനൊക്കെ മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വഴിപാടുകളൊക്കെ നടത്തുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിനെ കൈ കിട്ടിയതിന് ശേഷമല്ല നന്ദി പറയുന്നത്. അതിന് മുമ്പ് തന്നെ നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കൊരു ബില്യണർ ആവണം അല്ലെങ്കിൽ ഒരു മില്യണർ ആകണം. അപ്പോൾ നമ്മൾ അതായി കഴിഞ്ഞ ശേഷമല്ല നന്ദി പറയേണ്ടത്. അതിന് മുമ്പ് തന്നെ എനിക്കിതുപോലെ എൻ്റെ ലൈഫിലോട്ട് മണി ഫ്ലോ ഉണ്ടായതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര നെഗറ്റീവ് പറയുന്ന ആൾക്കാർ. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾക്കൊരു നല്ല ഫ്യൂച്ചർ വരുന്നത് സ്വപ്നം കാണാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? എനിക്കിപ്പോൾ ഒരു നല്ല വണ്ടി വാങ്ങിക്കുന്നതായിട്ട് സ്വപ്നം കാണാം, അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ഫ്ലറിഷ് ആകുന്നതായിട്ട് സ്വപ്നം കാണാം. അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എനർജി ലെവലിനെ ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫിലെ നല്ല കാര്യങ്ങളെ നമ്മൾ മാക്സിമം വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കണം. പിന്നെ അതുപോലെ നെഗറ്റീവ് ടോക്സ് ഒഴിവാക്കണം. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് ഡൗട്ട് വരും. ആ സെൽഫ് ഡൗട്ട് പൂർണ്ണമായിട്ട് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും വർക്കാവുന്നില്ല, ഇത് വെറുതെ പൊട്ടത്തരമാണ്, അങ്ങനെയല്ല. അതൊരു നെഗറ്റിവിറ്റിയാണ്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നോ ആ നെഗറ്റീവായിരിക്കും നമ്മുടെ ലൈഫിലോട്ടും അട്രാക്റ്റ് ആവുന്നത്. ആ പോസിറ്റിവിറ്റി വരാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷേ നെഗറ്റിവിറ്റി വരാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടക്കൂല അങ്ങനെ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ജേർണലിങ് ചെയ്യുന്നതും നമ്മുടെ ഭാവിയിൽ ഇതൊക്കെ നടന്നു എന്നിട്ട് ഞാൻ ഇതിന് നന്ദി പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എനർജി അലൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഒരിക്കലും നമ്മൾ ഇത് നടക്കാൻ പോകുന്നതിന് നന്ദി അങ്ങനെയല്ല പറയേണ്ടത്. നടന്ന് കഴിഞ്ഞു എന്നിട്ട് ആ ഒരു ഫ്യൂച്ചർ ഇപ്പോഴത്തെ മീക്ക് ഒരു ലെറ്റർ എഴുതുന്ന പോലെ ഒക്കെ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര എഫക്റ്റീവായിരിക്കും ഉണ്ടാവുക. അതേപോലെ നമ്മളിപ്പോൾ പറയത്തില്ലേ നമ്മൾ എന്താണെന്ന് ആഗ്രഹിക്കുന്നോ നമ്മൾ എന്താണെന്ന് ചിന്തിക്കുന്നോ അത് നമ്മളാകുമെന്ന് പറയത്തില്ലേ. ശരിക്കും ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു വലിയൊരു എഡ്യൂടെക്കിൻ്റെ CEO ആകാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഞാൻ ആ CEO ആയി എന്നുള്ള രീതിയിലായിരിക്കണം എൻ്റെ ബിഹേവിയറും ഒക്കെ.
അപ്പം അത് നമ്മൾ ഏത് നിലയിലെത്തി ഉള്ളതല്ല അതിൽ പ്രാധാന്യം. നമ്മുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊക്കെ എന്ന് പറയുന്നതും ആ ഒരു സിഇഒയുടെ ഒരു ക്യാരക്ടറിനെ അലൈൻ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എനർജി. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് എനർജിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇത് വർക്കായി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ് വൺ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടല്ല നന്ദി പറയേണ്ടത്, കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞ് ശീലിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവൻ നിങ്ങൾ പേളിമാണിയുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാലും കാണാം. പേളിമാണി അവർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുഞ്ഞൊക്കെ ആകുന്നതിനൊക്കെ മുമ്പ് തന്നെ അവർക്കൊരു നല്ല ഫാമിലി കിട്ടിയതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നോക്കുക, ഡൗട്ട് ഇല്ലാതിരിക്കുക, നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് അതായി എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്താലാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്.